ഓടാടാ, നിക്കടവിടെ. ആഭാസ ഓടാ. ഇവരിൽ ആരുടെ ഭാര്യയുടെ നീ കയറി പിടിച്ചത്? അയ്യോ, നീയൊക്കെ കാരണം മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായാലോടാ. പിടിച്ച് ജാരൻ ജാരൻ. യവൻ ജാരനൊന്നും അല്ല, ആരുടെ ഭാര്യ വിട്ട് പിടിച്ചിട്ടുമില്ല. യവൻ ഞങ്ങളുടെ കുറെ പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. എപ്പ ചോദിച്ചാലും ഇല്ലെന്ന് പറയും. ഇപ്പൊ ഇവന് ലോട്ടറി അടിച്ചിട്ടുണ്ട്. ആ കാശ് കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാ. സത്യമാണോ ഈ പറയുന്നത്? അതെ. എത്ര രൂപയ്ക്ക്? ടിക്കറ്റ് പോക്കറ്റിലുണ്ട്, നമ്പർ പത്രത്തിലുണ്ട്, ഞങ്ങൾ കണ്ടതാ. ടിക്കറ്റ് എടുക്കണോ? ഇത് പഴയതൊന്നും അല്ലല്ലോ. അല്ലാന്ന്, പത്രത്തിൽ നമ്പറുണ്ട്. ആ ടിക്കറ്റ് ഇങ്ങിതാ. ഇപ്പൊ തന്നെ ലോട്ടറി ഓഫീസ് കൊടുത്ത് കാശ് വാങ്ങി ഞങ്ങളുടെയൊക്കെ കാശ് എടുത്തതിന് ശേഷം ബാക്കി അവര് കൊടുത്താൽ മതി. പക്ഷേ ജപ്പാനിൽ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ ഈ ജാതി തരികടന്ന് അവിടെ നടക്കൂല. കടം മേടിച്ച് അവിടെ തിരികെ കൊടുക്കുക വേണ്ട. ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ തന്റെ തന്തയെ താൻ വിളിക്കുന്നത്? മര്യാദക്ക് കാശ് കൊടുക്കുന്നോ അതോ? എന്റെ പൊന്നുണ്ണിച്ചാ, ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട, പറഞ്ഞോക്കെ മതി. ആ, നിങ്ങൾക്ക് എത്ര രൂപ തരണ്ട്? എനിക്ക് 17,000, എനിക്ക് 14,000, എനിക്ക് 25,000, ബാക്കിയുള്ളവർക്കെല്ലാം ചേർത്ത് 50,000. ഈ ടിക്കറ്റ് ഞാൻ ക്യാഷ് ചെയ്യും. അയ്യോ അച്ഛാ, അതൊട്ടും ശരിയാവില്ല. അതെ ശരിയാവും. ആ, നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ പറയും. എല്ലാവരും മറ്റന്നാ രാവിലെ എന്റെ വീട്ടിൽ വരിക, കാശ് ഞാൻ തരും. അയ്യോ ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട പുല്ലേ. ഉണ്ണുണ്ണിച്ചായം പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതം. ആ ഓക്കെ, എല്ലാരും പൊയ്ക്കോളൂ. ആ വാ പോ. ഞാനില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാരും കൂടി നിന്റെ ജപ്പാനെ ഇടിച്ച് ഹിറോഷിമ ആക്കിയാനെ. അതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷിച്ചേനെ. കിട്ടുന്നേ പാതി ഞാൻ എടുക്കും. ബാക്കി കടം വീട്ടിട്ട് വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് തരും. എന്തായാലും ഇത്രയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ഇനി ഉണ്ണുണ്ണിച്ചാന്റെ ഇഷ്ടം. ഓക്കെ, എത്ര രൂപയാണോ ഫസ്റ്റ് പ്രൈസ്? ഫസ്റ്റ് പ്രൈസ് 50 ലക്ഷം. 10 രൂപയാ. ഏറ്റവും അടിയിലുണ്ട് ഒറ്റയക്കം. നോക്ക്. ഭാരതം, ഭാരതമല്ല ഭാരതം. ബിരിയാണിയുടെ പായുടെ അടിയിൽ നാ കിടന്നാൽ എന്തു പറയും? ഓടാ പറയും സർ. ഓടാൻ പറയും? ആരോട്? നായോട്. ഇല്ലെങ്കിൽ നാം മൂത്രമൊഴിച്ച് പാ വൃത്തിയിടാക്കില്ലേ സർ? ഇവിടെ ഇവിടെ അധിക പ്രസംഗി തോന്നിയാസം പറയുന്നു. കൈനാട്ടം തോന്നിവാസം കാണിച്ചാൽ ഇങ്ങനെയിരിക്കും. ഇത് തുടക്കം. മാഷെ എത്ര വേണേലും അടിച്ചോ മാഷെ, ഇന്ന് ഒരു ദിവസമല്ലേ ഉള്ളൂ. അതെന്തായാലും നാളെ ഞാൻ ചത്തു. നീ എന്താണ് ചക്കയെ കരയുന്നത്? സത്യം പറയാ, ഞങ്ങള് പറഞ്ഞു മാഷ ആരോടും പറയരുത്. കാര്യം എന്താ പറയണം. മാഷ ക്രിസ്ത്യാനിയാണോ? ആണെങ്കിൽ അതാണ് അച്ഛൻ കുരിശുണ്ടാക്കാൻ പറഞ്ഞേ. കുരിശോ? കാര്യം പറയണി. ഇന്ന് രാത്രി മാഷ കൊല്ലും. ഞങ്ങളുടെ വല്യപ്പൻ കരിമ്പൂതം. അതെന്തിന്? നേരത്തെ പറഞ്ഞില്ലേ ഡിസൂസ സാറിന് വിഷം കൊടുത്തുന്ന്? അത് ഞങ്ങളല്ല, കൊല്ലാൻ വേണ്ടി കരിമ്പൂതം ചെയ്തതാ. അങ്ങേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 4 പേരും രാത്രിയായാലും ഹോളിൽ കണ്ടില്ലേ? ആ വാളും എടുത്തോണ്ട് വരും. ഒറ്റ വെട്ട. ആ രാവിലെ ഒന്നും ഓർമ്മയില്ല. ഇന്ന് ആരും അറിയാതെ കുളിച്ചിടും. രാത്രി ദേഹത്ത് അക്സരി സാഹിബ് കേറുന്നതാ. പന്ന കഴിവറിന്റെ മക്കളെ, നിങ്ങളൊക്കെ പൂച്ച വേണ്ടല്ലോ. അത് എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. മാഷ് സൂക്ഷിച്ചാൽ മാഷിന് കൊള്ളാം. ആ ഞാൻ സൂക്ഷിച്ചോളൂ കേട്ടോ. പറ പായുടെ അടിയിൽ നാ കിടന്ന എന്താ ഉച്ചരിക്ക? പായുടെ മുകളിലല്ലേ സാർ നാ കിടക്ക? എന്താണ് ചിരിക്കുന്നത്? ഒന്നുമില്ല. Laughing while eating is a bad habit. അല്ലാണ്ടി നമ്മുടെ ഭിത്തിയിലിരിക്കുന്ന വാളിനെ പിടിയൊറേ മാത്രമേ ഉള്ളൂ. ആര് പറഞ്ഞു? മാഷ്. മാഷ് പറയുവാ ഒക്കെ പുഴുവാ, ചുണ ഉണ്ടെങ്കിൽ ആ വാളൊന്ന് കാണിക്കട്ടേന്ന്. ഞങ്ങൾ അസ്ലി സായിപ്പ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അസ്ലിന്ന് ഒരു സായിപ്പേ ഇല്ലെന്നാ പറഞ്ഞു മാഷ്. മിണ്ടായിരുന്നു കഴിച്ചിട്ട് പോണം.
എന്റെ അമ്മയെ പിള്ളേര് വന്നേ നേരാണല്ലോ. കാലമാണ് വാളും കൊണ്ടാണല്ലോ വരുന്നത്. ഞാൻ തുറക്കൂല, തുറക്കൂലടാ പട്ടി. അയാളുടെ വാളിന് പിടി മാത്രമല്ല മൂർച്ച ഉണ്ടോ നേരിട്ട് കണ്ടോടോ. ചുമ്മാതല്ലടാ നിന്നെ കരിമ്പൂതെന്ന് വിളിക്കുന്നത്. എന്റെ അമ്മേ, ഇത് സായിപ്പ് എന്റെ ബാധ കയറില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പറയില്ല. ഐ നോ ഓപ്പൺ ഷുവർ തുറക്കൂലടാ. തന്നെ ഈ വാളിന്റെ വില ഞാൻ മനസ്സിലാക്കി തരാം. എനിക്കെല്ലാം മനസ്സിലായടാ ബ്ലഡി പട്ടി. എന്നെ കൊല്ലാൻ കിട്ടൂലടാ. ഇല്ല സായിപ്പ്, കൊലപാതകി. എടാ നിൽക്കൂലടാ, അയ്യോ എന്നെ കൊല്ലാൻ കിട്ടൂലടാ പട്ടി പാപ്പി. എന്നെ കൊല്ല പട്ടി പോടാ. എടാ നടക്കുന്നില്ല തന്നേക്ക്. ഞാൻ എലിമൂത്രം തരുന്നുണ്ടടാ, സൂക്ഷിച്ചോ. അമ്പടാ നോക്കിക്കടാ. എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ഇവിടെ. പേനാക്കത്തി, ചൂരൽപ്പിടി, തെരച്ചുവാല്, ഒലക്കയുടെ മൂട്. ഞാൻ പറഞ്ഞില്ലേ സാറേ, പട്ടാളം മുഴുവൻ വന്നാലും ഇതുങ്ങളെ നേരെയാക്കാൻ ഒക്കില്ല. ഡാഡി അല്ലാതെ ആരെങ്കിലും ഇവരുടെ വാക്കും കേട്ടോണ്ട് ആ വാളും എടുത്തോണ്ട് പോവോ? ഇവറ്റകൾ എന്റെ വാളെ തൊട്ട് കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്ന് തൊട്ട് നിന്നെയൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന ഞാനാ. തോന്നിയാസം കാണിച്ച കുടിച്ചു കൂടി ഞാൻ എല്ലാത്തിനും. ഞാൻ പറയാതെ പച്ചവെള്ളം കൊടുത്തേക്കരുത്. പൂട്ടിയിട്ട് എല്ലാത്തിനും. വാ 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 വാ, നടക്ക നടക്ക. ആരാ? ബോബി മേത്തിന്റെ വീടല്ലേ? അതെ. അദ്ദേഹം ഉണ്ടോ? ഓഫീസിലാ. ആരാ? ബോബിയെ കാണാൻ വന്നതാ. എന്താ കാര്യം? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ ബോബി, കോൾ ഫോർ യു. ഹലോ. നിന്നെ കാണാൻ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. ആരെ? ഒരു പഴയ പരിചയക്കാരി കാണാൻ വന്നിരിക്കുക. എന്നെ? ആ, ഒരു കൊച്ചുണ്ട്. നിനക്ക് ഇവിടെ അറിയാവോ? ഇവിടെ അറിയുമോ? എനിക്ക് അറിയില്ല. ആരാ? എന്താ കാര്യം? നിങ്ങളൊന്ന് സ്നേഹമായിരുന്നെന്നും നിനക്ക് ഇവളിലുണ്ടാകാൻ ഈ കുട്ടി എന്നുമാണ് ഇവള് പറയുന്നത്. എന്റെ കുട്ടിയാ? പച്ചക്കല്ലാണ് ഡാഡി ഇവള് പറയുന്നത്? അല്ല, സത്യമാണ്. നീല, നീ വെറുതെ. അപ്പൊ നിനക്ക് അവിടെ പേരറിയാം? പേര് പേര് പണ്ടും ഞാൻ ലോക്കോളെ പഠിച്ചോണ്ടിരുന്നപ്പം ഇവളവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ അറിയില്ലെന്ന് പറഞ്ഞു. ആരും പറഞ്ഞു. അത് പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നിനക്ക് എന്തൊക്കെ മനസ്സിലായി? ഡാഡി, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്നല്ലാതെ അതിൽക്കുള്ള യാതൊരു ബന്ധമില്ല. ഇതൊന്നും എന്റെ ഒന്നുമല്ല, സത്യം. ഒരു നിമിഷം. To my darling Neela, my hunger for you can never eat the miles between us. നിനക്ക് ഇത്രയൊക്കെ ഇംഗ്ലീഷ് അറിയാം? ഡാഡി, ഇതൊന്നും എന്റെ അല്ല ഡാഡി. ഈ കയ്യ ഷോപ്പ് നിന്റെ അല്ലേ? ഇതോ? അത് ഇത് എന്റെയാണ്. അതെ.
ഇതിന്റെ അർത്ഥം നീ ഇവളും തമ്മിൽ സ്നേഹമായിരുന്നല്ലേ? എന്നാടാ നാ പറഞ്ഞിപ്പോയോ? ഡാഡി സത്യം ഞാൻ പറയാം, സ്നേഹമായിരുന്നു എന്നല്ലാതെ ബാക്കി ഈ പറയുന്ന മുഴുവൻ കള്ളവാ. 3 വർഷം മുമ്പ് കോളേജ് കഴിഞ്ഞ കഥയാണിത്. ഇത്ര നാൾ ഇവിടെ എവിടെയായിരുന്നു? കോളേജിൽ നിന്ന് പോകുമ്പോ ഞാൻ ഗർഭിണിയായിരുന്നു. അയ്യോ, അപ്പനോട് അമ്മയോട് പറഞ്ഞിട്ട് എന്നെ വന്ന് വിവാഹം കഴിക്കാമെന്ന് ഇയാൾ പറഞ്ഞു. ഞാനങ്ങനെ പറയില്ല. എനിക്ക് അപ്പനമ്മ ഇല്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ല എന്നുള്ളതാണ്. ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഇല്ലാത്ത എങ്ങനെ ഉണ്ടെന്ന് പറയും? നീ മിണ്ടരുത്. കുട്ടി പറയൂ. കത്തുകൾക്ക് മറുപടി കിട്ടാതായപ്പോ ഞാൻ ബോംബെയിൽ അന്വേഷിച്ചു. അവിടെയാണ് അപ്പനും അമ്മയും താമസിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു അഡ്രസ് ഞാൻ തന്നു. ബോംബെ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പൊ മനസ്സിലായില്ല ഡാഡി ഇവിടെ കള്ളമാണ് പറയുന്നത്. അതെനിക്ക് മനസ്സിലായത് അന്വേഷിച്ച് ബോംബെ ചെന്നപ്പോഴാണ്. അങ്ങനെ ഒരു അഡ്രസ്സേ ഇല്ല. പിന്നെ ഞാൻ കൽക്കട്ടയ്ക്ക് പോയി. നിന്റെ അമ്മ വെച്ചിരിക്കുന്നത് എവിടെ? ഡാഡി ഇവിടെ പറയുന്നത് മുഴുവൻ കള്ളമാണ് ഡാഡി. കുട്ടി പറയൂ. കൽക്കത്തയിൽ ബേബി മാത്യു എന്നൊരു ജ്യേഷ്ഠനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോ അദ്ദേഹം അവിടുന്ന് പോയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുറെ സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ഈ അഡ്രസ് കണ്ടുപിടിച്ചത്. കോളേജിൽ വെച്ച് ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞു പറഞ്ഞ് വല്ലവന്റെ കൊച്ചിന്റെ തന്ത അവന്റെ കിട്ടില്ല. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അത് പറയാൻ ബോബയ്ക്ക് കഴിയും? ഓഹോ, ഞാൻ നിന്റെ തന്ത അല്ല. മതിയോ ബോബി? ഡാഡി, ഡാഡി ഇതിൽ ഇടപെടണ്ട. ഇവിടെ വേറെ ദുരുദ്ദേശമാണ് വന്നിരിക്കുന്നത്. അയ്യേ, രണ്ടിനെ പിടിച്ച് പടിക്ക് പുറത്താക്കി പട്ടി അയച്ചു. പട്ടിയും പൂച്ചയൊന്നും അഴിക്കണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. അതാ നല്ലത്. പക്ഷേ ഗേറ്റ് വരെ പോവും. അവിടെ ഞാൻ സത്യാഗ്രഹം ഇരിക്കും. എന്തിന്? എനിക്കും എന്റെ കുഞ്ഞിന് നീതി കിട്ടുന്നത് വരെ ഞാനൊരു പ്രക്കാരം അല്ല പറഞ്ഞ കുട്ടിയോടെ നിൽക്കൂ. അവള് പോയി ഇരിക്കട്ടെ ഡാഡി. റാസ്കൽ, 19 വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത അന്തസ്സും അഭിമാനം മാത്രമേ ഉള്ളൂ ഇനി ബാക്കി. അതുകൂടെ കളഞ്ഞു വിളിക്കണോ നിനക്കൊക്കെ? പുതുശ്ശേരി വീടിന്റെ പടിക്കലൊരു പെണ്ണ് അവിടെ കൊച്ചിന്റെ തന്തയ്ക്ക് അവകാശം പറഞ്ഞ് കുത്തിയിരുന്നാല് ഞാൻ പിന്നെ ജീവിച്ചിരിക്കണോടാ? ഡാഡി ഞാൻ നീ ഒന്നും പറയണ്ട. തൽക്കാലം ഇവിടെ നിന്ന് പോയാൽ മതി. ഇവിടെ കാര്യം ഞാൻ നോക്കണം. ഡാഡി ഇവിടെ പോകാനാ പറഞ്ഞ് ഇറങ്ങിപ്പോടാ. ഇനിയിപ്പോ ഇതിന്റെ കാര്യം എങ്ങനെ? പോടാ.